പെട്ടെന്ന് ചോദിക്കാൻ എനിക്കത് പറഞ്ഞ് കിട്ടുന്നില്ല. പക്ഷേ CP ജോൺ ജയിക്കുന്നതാണ് എൻ്റെ മനസ്സ് പറയുന്നത്. UDF അധികാരത്തിൽ വരുമോ? UDF അധികാരത്തിൽ വരും. ജനങ്ങളുടെ വിഷയങ്ങളെക്കുറിച്ച് ഈ തവണ ഇലക്ഷൻ നടക്കുമ്പോൾ ജനങ്ങളുടെ വിഷയങ്ങൾ എന്തൊക്കെയാണ്? ജനങ്ങളുടെ വിഷയങ്ങൾ ഒരുപാട് വിഷയങ്ങളല്ലേ. ഇപ്പം നമ്മുടെ ഇപ്പോൾ ശബരിമല വിഷയം തന്നെ വളരെ അധികാരം പറയുകയാണെങ്കിൽ ശബരിമല വിഷയമാണ് ഏറ്റവും ഫസ്റ്റ് ടൈം മുഖ്യമായിട്ട് നമുക്ക് പറയാനുള്ളത്. അങ്ങനെ ഒരുപാട് വിഷയങ്ങളല്ലേ. ഇപ്പം വയനാട് ഇപ്പോൾ ഇലക്ഷൻ സമയത്ത് തന്നെ അല്ലേ ഈ വീടുകളൊക്കെ വെച്ച് കൊടുത്തത്. ആ വീടുകളുടെ ഒരു അത് ചെയ്തേക്കുന്ന ഒരു പാറ്റേൺ ശ്രദ്ധിച്ചാൽ വളരെ ചെറിയ രീതിയിലൊരു തൊട്ടുകൊടുക്ക് പരിപാടിയിൽ മൊത്തം ചെയ്ത് തീർത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ണിപ്പൊടിയിടുക. അതെ, ഇതൊക്കെ തന്നെയല്ലേ LDF ചെയ്യുന്നത്. ഈ പറയുന്ന ഒരു ഡിക്റ്റേറ്റർഷിപ്പ് അല്ലേ ഇവിടെ നടക്കുന്നത്, ഒരു ജനാധിപത്യം അല്ലല്ലോ, സ്വേച്ഛാധിപത്യം. അതെ, അതല്ലേ ഇവിടെ നടക്കുന്നത്. സോ UDF അധികാരത്തിൽ വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. UDF തന്നെ വോട്ടും. കോൺഗ്രസ് വഹിക്കാൻ സാധ്യത. കോൺഗ്രസ് സാധ്യത. പൊതുവെ കോൺഗ്രസ് ആണ് മൊത്തം എല്ലാവരും പറയുന്നത്. ഈ നിയോജകമണ്ഡലത്തിൽ CP ജോൺ ജയിക്കും. ഉറപ്പാണ്. തിരുവനന്തപുരത്ത് CP ജോൺ ജയിക്കും. CP ജോൺ ജയിക്കും. തീർച്ചയായും കോൺഗ്രസ് ജയിക്കും. അതെ. UDF സ്ഥാനാർത്ഥി ജയിക്കും. അതെ, ഉറപ്പാണ്. ജനറൽ ട്രെൻഡ് അങ്ങനെയാണ്. അതെ. UDF അധികാരത്തിൽ വരുമോ? ഉറപ്പായിട്ടും വരും. 100%. ഭയങ്കര കോൺഫിഡന്റ്. പിന്നെ സാധാരണക്കാരന്റെ വിഷയങ്ങൾ എന്തൊക്കെയാണ്? സാധാരണക്കാരന്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ 1 അലുവതി മീൻസ് കറപ്ഷൻ. അതാണ് മെയിൻ പ്രോബ്ലം. അതിപ്പം എക്സിസ്റ്റിംഗിൽ കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് മാറുമെന്നുള്ള ഇത് മാറണം. അതിനു വേണ്ടിയാണ് UDF-നെ അധികാരത്തിൽ കൊണ്ടുവരണം. പിന്നെ അതുമാത്രമല്ല, ഒരു ചേഞ്ച് വേണം നമുക്ക്. ഒരു ചേഞ്ച് മീൻസ് ഒരു ഗവൺമെൻറ്റാണ് 10 വർഷമായിട്ട് റൂൾ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ്. മീൻസ് ആ ഒരു ട്രെൻഡ് ചേഞ്ച് ചെയ്യണം. മാറി വരുമ്പോഴേ ഒരു സ്റ്റേറ്റ് നന്നാവും. അതാണ് നമ്മളുടെ ഒരു ഇത്. വെരി ഷാർപ്പ്. NDA BJP അദ്ദേഹം ജയിക്കും. കാരണം സാധാരണക്കാരുടെ വിഷയം കുടിവെള്ളം പ്രശ്നം, കറണ്ട് ഇല്ലാത്തത്, റോഡുകളുടെ ശോചനീയാവസ്ഥ, ഡ്രെയിനേജ് പ്രശ്നം, മാലിന്യ നീക്കം നടക്കാത്തത്. UDF-നാണ് ഇത്തവണ ജയിക്കാൻ സാധ്യതയുള്ള. ട്രിവാൻഡ്രം മാത്രമല്ല, ഓൾ കേരള ഷുവർ UDF ജയിക്കും. ഷുവർ ഒരു 85 സീറ്റിന് മുകളിൽ പോകും. 85 സീറ്റിന് മുകളിൽ പോകും. ഉറപ്പാണ്. ഷുവർ 100% ഷുവർ. തിരുവനന്തപുരം സിറ്റിയിൽ ആരാ ജയിക്കും? സിറ്റിയിൽ ചാൻസ് UDF-നാണ്. UDF സ്ഥാനാർത്ഥി ജയിക്കും. CP ജോൺ. വോട്ടുണ്ടോ ചേട്ടൻ ഇവിടെ? എനിക്ക് വോട്ടുണ്ട്. പിന്നെ ഇവിടെ വോട്ടുണ്ട്. ഞാൻ നിൽക്കുന്ന സ്ഥലത്താണ്. എനിക്ക് എൻ്റെ വീടെന്ന് പറയുന്നത് അടുത്ത റോഡിലാണ്. വോട്ട് ചെയ്യും. കൃത്യമായി വോട്ട് ചെയ്യാൻ. ഇത്തവണത്തെ വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഇത്തവണത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നല്ല വിഷയങ്ങളല്ലേ. ഇടതുപക്ഷം നമുക്ക് 10 കൊല്ലം കൊണ്ട് നേടിത്തന്ന വിഷയങ്ങളെന്ന് പറഞ്ഞാൽ ശബരിമല വരെ ഇല്ലാതാക്കുന്ന കണ്ടീഷനിലേക്ക് അവർ കൊണ്ടുപോയി. ശബരിമലയിൽ ഒന്നും കാണില്ല. ഇനി വന്നാൽ ഒന്നും കാണില്ല. നശിപ്പിക്കുക. ഇനി അധികാരത്തിൽ വന്നാൽ ശബരിമലയെ കാണില്ല. മല കാണത്തില്ല. ഇപ്പോൾ അവിടെയുള്ള പവനേ പോയുള്ളൂ, വസ്തുക്കളെ പോയുള്ളൂ. ഇനി ശബരിമലയെ കാണില്ല. ചേട്ടൻ വോട്ട് ചെയ്യും? തീർച്ചയായിട്ടും 100%. പിന്നെ വോട്ട് ചെയ്യാതെ UDF-ന്റെ സ്ഥാനാർത്ഥി ജയിക്കാനാണ് സാധ്യത. തിരുവനന്തപുരം സെന്ററിൽ UDF സ്ഥാനാർത്ഥി ജയിക്കും. ഉറപ്പാണ്. CP ജോൺ ജയിക്കും. എന്തുകൊണ്ട്? ഇന്നത്തെ സാഹചര്യം നോക്കുമ്പം ഈ ശബരിമല സ്വർണ്ണക്കുള്ള കേസ് മാത്രമല്ല, നമ്മളെ ഈ ദേവസ്വം ബോർഡ് എല്ലാ ക്ഷേത്രങ്ങളിലും അഴിമതിയാണ് നടന്നിരിക്കുന്നത്. പിന്നെ എല്ലാം വേറെ ഒന്ന് നോക്കുമ്പോഴത്തേക്ക് എല്ലാം ബാക്കി കൂടി ആണ്, പുറംഭാഗത്തിൽ കൂടെയാണ് ഓരോ നിയമനം നടത്തുന്നത്. സാധാരണക്കാർ PSC റാങ്ക് എടുത്ത് ഇങ്ങനെ വെളിയിൽ നിൽക്കുകയാണ്. അവരെ ആൾക്കാരെല്ലാം ഞാൻ കയറിക്കൊണ്ടിരിക്കുകയാണ്.